അപ്പൊ വാട്ട് എന്ന് പറയുന്നത് എന്താണ്? പവറിന്റെ യൂണിറ്റ് ആണ്. ഈ ഒരു ഫ്ലോറിൻ ക്ലോറിൻ എന്ന് പറയുന്നത് ഹാലജനിൽ കിടക്കുന്ന മൂലകമാണ് അല്ലെ. അമോണിയനെ ഡികമ്പോസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? പ്ലാറ്റിനം ആണ് അവിടെ ഉൾപ്രേരകമായിട്ട് യൂസ് ചെയ്യുന്നത്. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ദിവ്യ കെ ജോസ്. അപ്പം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് CPO WCPOയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള ഫിസിക്സ് കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾ നോക്കുക, നമ്മുടെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി ടോപ്പിക് എപ്പോഴും എന്തായിരിക്കും? കുറച്ച് ഭാഗങ്ങളിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ PYQ ചെയ്ത് നോക്കിയിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പൊ ഇവിടെ നോക്കുക, ചന്ദ്രനിലെ പലായന പ്രവേഗം എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ചന്ദ്രനിലെ പലായന പ്രവേഗം എത്ര എന്നുള്ളതാണ് ഇവിടെ തന്നിട്ടുണ്ട്. 2.3 കിലോമീറ്റർ പെർ സെക്കൻഡ്, 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്, 2.3 മീറ്റർ പെർ സെക്കൻഡ്, 11.2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ എന്താണ് പലായന പ്രവേഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? പലായന പ്രവേഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്നും എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റിന് വേണ്ട പ്രവേഗത്തിനെയാണ് പലായന പ്രവേഗം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ചന്ദ്രനിലെ പലായന പ്രവേഗം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ് ആൻസർ? അത് 2.3 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, എപ്പോഴും തന്നെ ചോദിക്കുന്നതാണ് കേട്ടോ. ചന്ദ്രനിലെ പലായന പ്രവേഗം എത്ര എന്നുള്ള ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇനി അടുത്തത് നോക്കുക, പവറിന്റെ യൂണിറ്റുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായത്? അല്ലെ, ഇത് എവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്? നമ്മുടെ ഫിസിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള മെഷർമെന്റ് ആൻഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിലബസിൽ എടുത്തിരിക്കുന്നതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ എന്താണ് ചോദിച്ചിരിക്കുന്നത്? പവറിന്റെ യൂണിറ്റുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കുക, ആദ്യം പറഞ്ഞിട്ടുണ്ട് ജൂൾ പെർ സെക്കൻഡ്, ജൂള്, കുതിരശക്തി, വാട്ട്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? ആൻസർ ഏതൊക്കെയാണ്? 1, 2, 4 മാത്രമാണ് അല്ലെ പവറിന്റെ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായത് ഏത് എന്നുള്ളത്. അപ്പൊ ഇതില് ജൂൾ പെർ സെക്കൻഡ് എന്നുള്ളത് എന്താണ്? ജൂൾ പെർ സെക്കൻഡിനെയാണ് വാട്ട് എന്ന് പറയുന്നത് അല്ലെ. ജൂൾ പെർ സെക്കൻഡിനെയാണ് വാട്ട് എന്ന് പറയുന്നത്. അപ്പൊ വാട്ട് എന്ന് പറയുന്നത് എന്താണ്? പവറിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളതാണ്. ഇനി അടുത്തത് ജൂൾ ആണെങ്കിൽ എന്താണ്? ജൂള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനർജിയുടെ യൂണിറ്റ് ആണ് അല്ലെ. ജൂൾ എന്ന് പറഞ്ഞത് പവറിന്റെ യൂണിറ്റ് അല്ല, മറിച്ച് എനർജിയുടെ യൂണിറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ജൂൾ എന്ന് പറയുന്നത്. ഇനി കുതിരശക്തി അല്ലെ, നമ്മൾ പറയാറുള്ളതാണ് ഹോഴ്സ് പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവറുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയുന്ന യൂണിറ്റ് ആണ് ഏത്? കുതിരശക്തി എന്ന് പറയുന്നത്. അപ്പൊ ഹോഴ്സ് പവറും പവറിന്റെ യൂണിറ്റ് ആണ്. ഇനി വാട്ടാണ് ഏത്? പവറിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? വാട്ടാണ്. അപ്പം ഇതില് ജൂൾ പെർ സെക്കൻഡും കുതിരശക്തിയും വോട്ടും ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പവറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയോണീകരണ ഊർജം ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതിന് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ തന്നിട്ടുണ്ട് ഫ്ലോറിൻ, ക്ലോറിൻ, സോഡിയം, ബ്രോമിൻ. അപ്പൊ ഇത് എവിടെ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്? പീരിയോഡിക് ടേബിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പോൾ നമുക്ക് ഇതിന് ആൻസർ അറിയണമെങ്കിൽ ആദ്യം അയോണീകരണ ഊർജം എന്താണെന്ന് അറിയണം. അപ്പൊ എന്താണ് അയോണീകരണ ഊർജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. നമുക്ക് സോഡിയത്തിന്റെ ആറ്റോമിക മോഡൽ വെച്ച് ചെയ്ത് നോക്കാം. അപ്പൊ സോഡിയത്തിന്റെ ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത് 11 ആയതുകൊണ്ട് നമ്മൾ ബോർ ആറ്റം മോഡൽ വരയ്ക്കുമ്പോൾ ന്യൂക്ലിയസിൽ എന്തൊക്കെ ഉണ്ടാവും? ന്യൂട്രോണും പ്രോട്ടോണും ഉണ്ടാകും. അതിനുശേഷം 3 ഷെല്ലുകൾ ഉണ്ടാവും അല്ലെ. 11 ആയതുകൊണ്ട് 3 ഷെല്ലുകൾ ഉണ്ടാവും. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണ്, അടുത്ത ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ്? 8 ഇലക്ട്രോൺ. അടുത്ത ഷെല്ലിൽ 8 ഇലക്ട്രോണ്, ഈ ബാഹ്യതമ ഷെല്ലില് 1 ഇലക്ട്രോണ്. അപ്പൊ ഇതിൽ ഏറ്റവും കുറവ് ബന്ധമുള്ളത്, ഈ ന്യൂക്ലിയസുമായിട്ട് ഏറ്റവും കുറവ് ബന്ധമുള്ളത് ഏത് ഇലക്ട്രോൺ ആണ്? ഏറ്റവും ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും ലൂസ്ലി ബൗണ്ടഡ് ആയിട്ട് ഇരിക്കുന്ന ഇലക്ട്രോൺ ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോൺ ആണ്. അപ്പൊ ഇവിടെ നോക്കുക,
ഈ സോഡിയത്തിന് ഈ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ വേണ്ടി ഈ സോഡിയത്തിലേക്ക് ഒരു നിശ്ചിത ഊർജം കൊടുക്കണം. ആ ഒരു ഊർജം കൊടുത്തെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, സോഡിയം ആ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുള്ളൂ. അങ്ങനെ വെറുതെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ. സോഡിയത്തിന് ആ ഇലക്ട്രോണെ വിട്ടുകൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ലാഭം വേണം അല്ലെ. അപ്പൊ ഒരു നിശ്ചിത ഊർജം കൊടുക്കണം. ആ ഒരു ഊർജത്തിനാണ് അയോണീകരണ ഊർജം എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആറ്റം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ആറ്റത്തിലെ ഏറ്റവും ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോണെ വിട്ടുകൊടുക്കാൻ വേണ്ടി ആ ആറ്റത്തിലേക്ക് പ്രയോഗിക്കുന്ന ഊർജമാണ് അയോണീകരണ ഊർജം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പീരിയോഡിക് ടേബിൾ എടുക്കുവാണെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കേസാണ് ഈ ലെഫ്റ്റ് സൈഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1ഉം 2ഉം ഗ്രൂപ്പുകളൊക്കെ എന്തായിരിക്കും, മെറ്റൽസ് ആണ് അല്ലെ. മെറ്റൽസ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും, അവിടെ വേഗം തന്നെ ഇലക്ട്രോണെ വിട്ടുകൊടുക്കും. അങ്ങനെ വേഗം തന്നെ ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നിടത്തെല്ലാം അയോണീകരണ ഊർജം എന്ന് പറയുന്നത് കുറവായിരിക്കും. ഇനി നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോകും തോറും ഇവിടെ ഹാലജൻസും ഉണ്ട്, അതുപോലെ തന്നെ നോബിൾ ഗ്യാസസും ഉണ്ട്. ഈ ഹാലജനിൽ കിടക്കുന്ന മൂലകമാണ് ഏത് എന്ന് പറയുന്നത്, ഈ ഒരു ഫ്ലോറിൻ ക്ലോറിൻ എന്ന് പറയുന്നത് ഹാലജനിൽ കിടക്കുന്ന മൂലകമാണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ എങ്ങനെയാണ്, റൈറ്റ് സൈഡിലേക്ക് പോകും തോറും അവിടെ അയോണീകരണ ഊർജം കൂടുതലായിരിക്കും. അപ്പൊ അയോണീകരണ ഊർജം കൂടുതലായതുകൊണ്ടാണ് അവിടെ ഇലക്ട്രോണെ വിട്ടുകൊടുക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അവിടെ എന്തായിരിക്കും കൂടുതൽ, അവിടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അല്ലെങ്കിൽ ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി ആയിരിക്കും കൂടുതൽ. ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള കഴിവായിരിക്കും കൂടുതൽ. അപ്പൊ ഇലക്ട്രോണെ സ്വീകരിക്കാനുള്ള കഴിവുള്ളിടത്തും എന്തും കൂടുതലായിരിക്കും, അയോണീകരണ ഊർജവും കൂടുതലായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇവിടത്തെ ഏറ്റവും അയോണീകരണ ഊർജം കൂടുതലുള്ളത് ഏതിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതിനാണ്, ഫ്ലോറിനാണ്. ഈ ഒരു ഓപ്ഷനിൽ ഫ്ലോറിനാണ്. അതേ സമയത്ത് ഇവിടെ ഏറ്റവും അയോണീകരണ ഊർജം കുറവുള്ളത് ഏതിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതിനാണ്, സോഡിയത്തിനാണ്. കാരണം എന്താണ്, സോഡിയം വളരെ പെട്ടെന്ന് തന്നെ ഇലക്ട്രോണെ വിട്ടുകൊടുക്കും. വളരെ പെട്ടെന്ന് ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ അയോണീകരണ ഊർജം കുറവായിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. താപനില, മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേരനുപാതത്തിലായിരിക്കും എന്നത് താഴെ പറയുന്നവയിൽ ഏത് നിയമമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെയാണ് കോൺസ്റ്റന്റ്, ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണ്. ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം, വ്യാപ്തം എന്ന് വെച്ചാൽ എന്താണ്, വോളിയം ആണ് അല്ലെ. വോളിയം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. തന്മാത്രകളുടെ എണ്ണത്തെ നമ്മൾ എന്തെന്ന് ഡിനോട്ട് ചെയ്യും, n എന്ന് ഡെനോട്ട് ചെയ്യും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു n എന്ന് വെച്ചാൽ എന്താണ്, വി നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് തന്മാത്രകൾ കൂടുന്ന അനുസരിച്ച് വ്യാപ്തവും കൂടും. എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ, താപനിലയും മർദ്ദവും കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ. ഇത് പറയുന്ന നിയമം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്, നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ് അല്ലെ, അവഗാഡ്രോ നിയമമാണ് വി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു n എന്ന് പറയുന്നത്. അപ്പൊ ഇനി നോക്കുക, ഇനി നമ്മൾ ആദ്യം നോക്കുന്നത് ബോയിൽ നിയമമാണ്. ബോയിൽ നിയമം എന്ന് വെച്ചാൽ എന്താണ്, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ് അല്ലെ. അവിടെ എന്താണ് സ്ഥിരമായിരിക്കുന്നത്, ടെമ്പറേച്ചർ ആണ് സ്ഥിരമായിരിക്കുന്നത്. അപ്പൊ ടെമ്പറേച്ചർ സ്ഥിരമായിരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ വോളിയവും അതുപോലെ തന്നെ പ്രഷറും എന്താണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്. എന്താണ്, വി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പ്രഷർ കൂടുന്നതനുസരിച്ച് വോളിയം എന്ന് പറയുന്നത് കുറയും. ഇനി അടുത്തത് ചാൾസ് നിയമമാണെങ്കിലോ, ചാൾസ് നിയമമാണെങ്കിൽ അവിടെ കൂടുന്നത് എന്താണ്, അവിടെ പ്രഷർ ആണ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും, ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് വോളിയവും കൂടും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വോളിയം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് മൂന്നും മാറിപ്പോകണ്ട. അവഗാഡ്രോ നിയമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവഗാഡ്രോ നിയമത്തിൽ എന്താണ് പറയുന്നത്, വോളിയം ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും. ഇനി ബോയിൽ നിയമമാണെങ്കിൽ അവിടെ വോളിയം ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പ്രഷർ ആയിരിക്കും. ഇനി ചോൾസ് നിയമമാണെങ്കിൽ ടെമ്പറേച്ചർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വോളിയം ആയിരിക്കും. ഓക്കെ, ഇനി നോക്കുക, സൾഫ്യൂരിക് ആസിഡിനെ വ്യാവസായിക നിർമ്മാണ പ്രക്രിയയിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത്
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണ പ്രക്രിയയിൽ ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഉൾപ്രേരകം എന്ന് വെച്ചാൽ എന്താണ്? കാറ്റലിസ്റ്റ് ആണ് അല്ലെ? കാറ്റലിസ്റ്റ്. എന്താണ് കാറ്റലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? കാറ്റലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷന്റെ വേഗത കൂട്ടാനോ കുറയ്ക്കാനോ ആയിട്ട് ഉപയോഗിക്കുന്ന കോമ്പൗണ്ട്സിനെയാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ആ കാറ്റലിസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? അവ കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും, മറിച്ച് അതെന്ത് ചെയ്യുന്നില്ല? രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ കഴിയുമ്പോഴും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കാറ്റലിസ്റ്റ് ഏതോ അത് അവിടെ തന്നെ കാണും. അങ്ങനെ തന്നെയാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പുള്ള കാറ്റലിസ്റ്റ് ഉണ്ട്. ഏതൊക്കെയുണ്ട്? പോസിറ്റീവ് കാറ്റലിസ്റ്റും ഉണ്ട്, പിന്നെ എന്താണ്? നെഗറ്റീവ് കാറ്റലിസ്റ്റും ഉണ്ട്. നെഗറ്റീവ് കാറ്റലിസ്റ്റും ഉണ്ട് എന്ന് വെച്ചാൽ എന്താണ് പോസിറ്റീവ് കാറ്റലിസ്റ്റ്? പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് പോസിറ്റീവ് കാറ്റലിസ്റ്റ്. ഇനി നെഗറ്റീവ് കാറ്റലിസ്റ്റ് ആണ് ചില സമയത്ത് എന്താണ്? രാസപ്രവർത്തനത്തിന് വേഗത കുറയ്ക്കേണ്ടി വരും. അങ്ങനെ വേഗത കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് ഇത് നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രക്രിയയിൽ അല്ലെ ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? വനേഡിയം പെൻഡോക്സൈഡ് ആണ്. ഏതാണ്? വനേഡിയം പെൻഡോക്സൈഡ് ആണ് ഇവിടെ സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇവിടെ അയൺ തന്നിട്ടുണ്ട് അല്ലെ? ഇരുമ്പ്. ഇരുമ്പ് എവിടെയാണ് ഉൾപ്രേരകമായിട്ട് യൂസ് ചെയ്യുന്നത്? ഇരുമ്പ് ഹേബർ പ്രോസസ്സിലാണ് അല്ലെ? ഹേബർ പ്രോസസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമോണിയയുടെ വ്യാവസായികമായിട്ടുള്ള നിർമ്മാണമാണ് ഇത് ഹേബർ പ്രോസസ്സ്. ആ ഹേബർ പ്രോസസ്സിൽ ഇരുമ്പാണ് ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി പ്ലാറ്റിനം ആണെങ്കിലോ? പ്ലാറ്റിനം ആണെങ്കിൽ അമോണിയ അല്ലെ? അമോണിയനെ ഡിക്കമ്പോസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? പ്ലാറ്റിനം ആണ് അവിടെ ഉൾപ്രേരകമായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഉൾപ്രേരകം നിങ്ങൾ പഠിച്ചു വെക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സിമന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ തന്നിട്ടുണ്ട്? നീറ്റുകക്ക തന്നിട്ടുണ്ട്, സോഡിയം കാർബണേറ്റ് തന്നിട്ടുണ്ട്, കളിമണ്ണ് തന്നിട്ടുണ്ട്, ജിപ്സം തന്നിട്ടുണ്ട്. അപ്പൊ എന്തിനു ഉപയോഗിക്കുന്നതാണ്? സിമന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഏതൊക്കെയാണ് ആൻസർ വരുന്നത്? 1ഉം 3ഉം 4ഉം ആണ് അല്ലെ? ഏതൊക്കെയുണ്ട്? നീറ്റുകക്കയുണ്ട്, കളിമണ്ണുണ്ട്, ജിപ്സം ഉണ്ട് അല്ലെ? അപ്പൊ ഇവിടെ നോക്കുക, നീറ്റുകക്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നീറ്റുകക്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യുക്ക് ലൈം അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡ് എന്ന് പറയും. അപ്പൊ കാൽസ്യം ഓക്സൈഡ് എന്നുള്ളതാണ് നീറ്റുകക്കയുടെ രാസനാമം. CaO എന്ന് പറയും, അല്ലെങ്കിൽ എന്തെന്ന് പറയും? ക്യുക്ക് ലൈം എന്നറിയപ്പെടുന്നതും ഈ കാൽസ്യം ഓക്സൈഡ് ആണ്. ഇനി അടുത്തത് ജിപ്സം. ജിപ്സം നമുക്കറിയാം CaSO4 2H2O ആണ് അല്ലെ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാൽസ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റിനാണ് എന്തെന്ന് പറയുക? ജിപ്സം എന്ന് പറയുക. അപ്പൊ ഇതിനോട് കണക്ട് ചെയ്ത് നമ്മൾക്ക് പഠിക്കേണ്ട വേറൊരു ടേം ആണ് ഇത് CaSO4 ½ എന്നുള്ളത്. അതെന്താണ്? പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. എന്താണ്? പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് CaSO4 ½ അല്ലെങ്കിൽ കാൽസ്യം സൾഫേറ്റ് സെമി ഹൈഡ്രേറ്റ് എന്നറിയപ്പെടുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസും കാൽസ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ് എന്നറിയപ്പെടുന്നത് ജിപ്സവുമാണ്. അപ്പൊ ഇത്രയും കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെക്കുക. അപ്പൊ നമുക്കറിയാവുന്ന കാര്യമാണ് CPO വുമൻസ് CPOയുടെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പം CC പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് CPO വുമൻസ് CPOയ്ക്ക് വേണ്ടിയിട്ട്. നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ ആപ്പിൽ അപ്ഡേറ്റഡ് ആണ്. അതുകൂടാതെ നിങ്ങൾക്ക് വീക്കിലി സബ്ജക്ട് വൈസ് സബ്ജക്ട് എക്സ്പെർട്ടിന്റെ ലൈവ് സെഷൻസ് ഉണ്ടാവും, വീക്കിലി മോഡൽ എക്സാംസ് ഉണ്ടാവും. നിങ്ങൾക്ക് സ്പെഷ്യൽ മെന്റർഷിപ്പോട് കൂടിയാണ് നമ്മുടെ CPOയുടെ വിമൻ CPOയുടെ കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത്. അപ്പം ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം എന്ത് ചെയ്യുക? നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. വളരെ വേഗം തന്നെ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ വേഗം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്താണ്? കുറെ പേര് ഓൾറെഡി തന്നെ പഠനം നല്ല രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ എക്സാം ഡേറ്റിനോടനുബന്ധിച്ച് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് സിലബസ് ഓറിയന്റഡ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് എക്സാം ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എത്രയും വേഗം തന്നെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.